ഇവിടെയാണ് ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത്. ഏകദേശം 8, 9, ചിലപ്പോൾ 20 വരെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് സ്കിപ്പ് ചെയ്ത് കാണും ഓരോ നിമിഷവും. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഷെർണോബിൾ. ഹായ് ഗായ്സ്, സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് എൻ്റെ ഒരു ലൈഫ് ലോങ് ഡ്രീം എന്ന് പറഞ്ഞാൽ, ലൈഫ് ലോങ് അല്ല, എനിക്ക് ഒരു 5-6 വർഷമായിട്ടുള്ള ഒരു ഡ്രീം, ഷെർണോബിൾ എന്ന് പറഞ്ഞ വേൾഡിലെ ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. എനിക്ക് ഒരു 5-6 വർഷമായിട്ടുള്ള ഒരു ഡ്രീം, ഷെർണോബിൾ എന്ന് പറഞ്ഞ വേൾഡിലെ ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. അത് പഴയ USSRൽ 1986 നടന്നതാണ്. ഒരു HBO ഒരു സീരീസ് ഉണ്ടായിരുന്നു, അത് കണ്ടേ പിന്നെ എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് സ്കിപ്പ് ചെയ്ത് കാണും ഓരോ നിമിഷവും. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഷെർണോബിൾ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോയിന്റിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ഒരു ടൂറാണ്, 10,000 റുപ്പീസാണ് പ്ലസ് ഡ്രോണിൻ്റെ പൈസയൊക്കെ അഡീഷണൽ. ആൻഡ് ഇറ്റ്സ് എ 12 hours ടൂർ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയും, പഠിക്കും. ആൻഡ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു എക്സാമ്പിളാണ്. ആൻഡ് ഇറ്റ് വാസ് ഹൊറിബിൾ. അപ്പോൾ ഇന്ന് ഒരു ഷെർണോബിളിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ കൂടെ നിങ്ങൾ കാണുന്നത്. ഈ വ്ളോഗ് എടുക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്, കാരണം ഒരുപാട് ചെക്ക് പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡ്രോണിന് ലൈസൻസ് കിട്ടണം. അപ്പോൾ എനിക്ക് എത്രമാത്രം ഞാൻ കാണുന്നതൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റും എന്നറിയില്ല, പക്ഷേ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പോൾ ഇപ്പം ഫസ്റ്റ് ബാത്റൂം സ്റ്റോപ്പാണ്. ഇനിയിപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് ഇങ്ങനത്തെ ഒരു കാർഡ് തരും. ഇത് നമ്മൾ റേഡിയേഷൻ നമ്മുടെ മേത്ത് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് ആക്ച്വലി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ട് പോകണം. ആൻഡ് നമ്മൾ കുളിക്കണം. അതൊരു 8-9 തവണ മറ്റേ ഒരച്ച് നമ്മുടെ നാട്ടിലെ ചകിരിയൊക്കെ വെച്ച് അരച്ച് കുളിക്കണം. അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വേദുവിന് വരാൻ പറ്റില്ല. ആൻഡ് ഐ തിങ്ക് സോ 75+ ആയാലോ 70+ ആയാലും വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടൂർ ഗ്രൂപ്പ്. പക്ഷേ 18+ ആവാതെ വരാൻ പറ്റില്ല. പക്ഷേ ഐ എം സോ എക്സൈറ്റഡ് ടു ഷോ ദിസ്. എന്താ ഒരു സംഭവം തന്നെയായിരിക്കും ഇത്. കാരണം അങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. HBO-ലല്ല തോന്നുന്നു, ആമസോൺ പ്രൈമിലുണ്ടെന്ന് തോന്നുന്നു, ഷെർണോബിൾ എന്ന് പറഞ്ഞ സീരീസ്. വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് എവർ മെയ്ഡ് ഓൺ TV. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ജലീസിയ എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. ഇത് ആണ് ഈ വില്ലേജ് എന്താ ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് അവർ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റേഷൻ ചെയ്തത് ഡീകൺടാമിനേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ് വാസ് സക്സസ്ഫുൾ. സോ ഇത് 30 kilometers അവേ ഫ്രം ഷെർണോബിൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. പക്ഷേ ആൾക്കാരൊന്നും താമസമില്ല, കാരണം എല്ലാവരെയും ഇവിടുന്ന് പറഞ്ഞയച്ചായിരുന്നു. പക്ഷേ ഇത് ടോട്ടലി സേഫാണ്. ഇറ്റ്സ് ടോട്ടലി ഡീകൺടാമിനേറ്റഡ്. എന്നാലും ഇവിടെയൊക്കെ താമസിച്ച ആൾക്കാർ ആലോചിച്ച് നോക്ക്, അവർ വർഷങ്ങളായി ജനറേഷൻസായി താമസിച്ച സ്ഥലങ്ങളിൽ ഒഴിഞ്ഞു പോകേണ്ടി വന്ന ഒറ്റ രാത്രി കൊണ്ട് ദ ലൈഫ് ചേഞ്ച്. അവരുടെ വീട്, അവരുടെ ലോകം എല്ലാം മാറിപ്പോയ സ്ഥലമാണ്. അതിനിപ്പോൾ കാട് പിടിച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ്. ബിൽഡിങ്സ് അകത്ത് പോകാം, പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അകത്തേക്കൊന്നും പോകുന്നില്ല. വോട്ട് എക്സ്പീരിയൻസ് ത്രൂ വാക്ക് ത്രൂ ഹിയർ. ശരിക്കും ഇതൊക്കെ നിങ്ങൾ സിനിമ സെറ്റിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ഫുൾ ടൗൺ അല്ലെങ്കിൽ ഒരു ഫുൾ വില്ലേജൊക്കെ അബാൻഡൻഡ് ആയി പോകുന്നത് ഒരിക്കലും നമുക്കൊരു വിചാരിക്കാൻ പറ്റില്ല. ഒരു വീട് അല്ലെങ്കിൽ ഒരു ഏരിയ ഒക്കെ ഓക്കെ, ദിസ് ഈസ് എ ഫുൾ വില്ലേജ്. ഇതൊക്കെ വീടുകളായിരുന്നേ. ഇതൊക്കെ വീടുകൾ മരം കയറിയിരിക്കും. നേച്ചർ ഇസ് ടേക്കിംഗ് ഓവർ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ വീടുകൾ. ഞാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ, അടുത്തേക്ക് പോകുന്നില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ ശരിക്കും എത്ര കുടുംബങ്ങൾ താമസിച്ച് വീടായിരിക്കും. ഇതൊക്കെ ഇത് കണ്ട മറ്റേ സ്പൈഡർ വെബ്, കോബ് വെബ്സാണ് ഇവിടെ മൊത്തം. വീടൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഇട്ടിട്ട് പോയിരിക്കുന്നത്. എന്തായാലും അകത്തേക്ക് പോകുന്നില്ല, ഇവിടെ ഒന്നും കാണിച്ചു തരാം. ഇതുണ്ട് ഒരു കുഞ്ഞിൻ്റെ ടെഡി ബെയറൊക്കെ സ്കാറിങ്, ഒരു തൊപ്പി, ബോട്ടിൽ, ഇതൊന്നും സെറ്റല്ല കേട്ടോ. ഇതൊക്കെ അവിടെ വെച്ചിട്ട് പോയിരിക്കുക. അകം മൊത്തം ഇരുട്ടാണ്. പക്ഷേ അകത്തൊരു നോട്ടീസ് ചെയ്യാൻ പറ്റിയ സാധനം എന്താണെന്ന് അറിയുമോ? ഫ്ലോർ ഫുൾ ന്യൂസ് പേപ്പേഴ്സാണ്. ഈ ന്യൂസ് പേപ്പർ അന്നത്തെ ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, അന്ന് ഇവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റമായിരുന്നു സാധാരണ ആൾക്കാരുടെ. കുറച്ച് ആൾക്കാരുടെ കയ്യിൽ പൈസ, ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് അപ്പോൾ ടോയ്ലറ്റ് പേപ്പർ
ടോയ്ലറ്റ് പേപ്പറായിട്ട് ഉപയോഗിക്കാനാണ് അവർ ന്യൂസ് പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വീടിൻ്റെ അകത്ത് ഫുൾ ന്യൂസ് പേപ്പേഴ്സാണ്. അന്നത്തെ കാലത്തെ ന്യൂസ് പേപ്പേഴ്സാണ് ഇപ്പോഴും ഈ വീടുകളുടെ അകത്ത് നിൽക്കുന്നത്. എന്തായാലും ഒരു സംഭവമായിരുന്നു. ഐ ക്യാൻ ജസ്റ്റ് ഇമാജിൻ അത് ന്യൂസ് കേൾക്കുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു വേദനയും പേടിയും ആകാംക്ഷയൊക്കെ. എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഇവരുടെ ഒരു മാപ്പ് ഇവരുടെ ലാംഗ്വേജിൽ തന്നിട്ടുണ്ട്. എന്തായാലും പോകുന്ന എല്ലാ സ്ഥലവും, ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലവും നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ് ഷെർണോബിൽ എന്ന് പറഞ്ഞ ടൗണ്. ഇത് അവരുടെ ഒരു വെൽക്കം ബോർഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും തുടങ്ങുവാണ്. ആക്ച്വലി 30 കിലോമീറ്റർ, വീണ്ടും പറയാം 30 കിലോമീറ്റേഴ്സ് ഔട്ട് ഓഫ് ഷെർണോബിൽ വാസ് സേഫ്. ഒരു റേഡിയേഷനും ഇല്ല ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും അടുത്ത് പോകാൻ പറ്റില്ല, കാരണം ഇപ്പോഴും ആക്ച്വലി ദർ ഇസ് ഹെവി റേഡിയേഷൻ ദർ. അടുത്ത് വരെ പോകാൻ പറ്റില്ല. അങ്ങനെ സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഷെർണോബിൽ. ആൻഡ് എനിക്ക് പറയാൻ പറ്റില്ല, ഐ എം സോ ഓവർവെൽംഡ് ചെയ്യുക. നിങ്ങൾക്ക് you just have to be here to feel the pain. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പെയിനും ഇവിടുത്തെ സഫറിങ്ങും ഈ ഒരു സംഭവം നടന്നതൊക്കെ മേക്സ് യു റിയലൈസ് ഹൗ സ്മോൾ ആൻഡ് വാല്യുബിൾ അവർ ലൈഫ് ഇസ്. ഇത് ചെർണോബിലിൻ്റെ ഒരു മെയിൻ മോണ്യുമെൻ്റ് ആണ്. എല്ലാ ഹീറോസിനും വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ ആണ്. ഐ തിങ്ക് സോ ഇത് ഹീറോ മോണ്യുമെൻ്റ് ആണ്. ഈ മെയിനായിട്ട് നമ്മൾ ഈ കാണുന്ന വട്ടവും അത് ലോകം അത് കാണിക്കുന്നത്. മീൻസ് ഇവരുടെ ഒരു മെയിൻ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇവർക്ക് പറ്റിയ ദുരിതം മാക്സിമം സ്പ്രെഡ് ചെയ്യരുതെന്നുള്ള ഒരു എയിമിൽ തന്നെയായിരുന്നു ഇവർ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരാണ് മെയിൻ ഹീറോസ്, ഫയർ ഫൈറ്റേഴ്സാണ്. ഇവർ ഒരുപാട് റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ടു. ആൻഡ് ഇവർ എൻജിനീയേഴ്സാണ്. ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ എൻജിനീയേഴ്സ് 2 പേര് പണിയെടുക്കുന്നു. പക്ഷേ ഇവരൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇതുപോലത്തെ ഒരു ദുരിതം സംഭവിക്കാൻ പറ്റും. ഇൻഫാക്ട് ദേ വർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഒരു 48 hours കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലായി തുടങ്ങി ഇതിങ്ങനെ സംഭവിച്ചു എന്ന്. സോ നമുക്കിപ്പോൾ കോഡ് വന്നപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഇവർക്കും. ദേ ഹാഡ് നോ ഐഡിയ എന്താ സംഭവിക്കുന്നതെന്ന്. അവർക്ക് റേഡിയേഷനോ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അവർക്ക് മാസ്ക് ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. സോ ദേ ഓൾ ഡൈഡ്. ആൻഡ് ഇത് ആക്ച്വലി ഫസ്റ്റ് സിമ്പിൾ ഓഫ് ഒരു റേഡിയേഷൻ, ഫസ്റ്റ് സിംറ്റം ഓഫ് റേഡിയേഷൻ ഹെഡ് ഏക്സ്. ഭയങ്കര ഹെഡ് ഏക്ക് ആയിരുന്നു. ആൻഡ് ഒരുപാട് ഡോക്ടേഴ്സൊന്നും ഇവരെ ട്രീറ്റ് ചെയ്യാനും റെഡി അല്ലായിരുന്നു. ബിക്കോസ് ദേ വർ ഓൾസോ സ്കേഡ്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. സോ അതിനെക്കുറിച്ചുള്ള ഒരു മോണ്യുമെൻ്റ് ആണ് ഈ കാണുന്നത്. ഒക്കെ ആക്ച്വലി ഇവിടെ ആ ഒരു ദുരന്തത്തിൻ്റെ ടൈമിൽ ഇവിടെ സെർവ് ചെയ്ത വെഹിക്കിൾസ് ആണ്. കുറേയൊക്കെ സ്വീഡനിൽ നിന്ന് വന്നു. ആക്ച്വലി സ്വീഡനാണ് ഇവർ ഫസ്റ്റ് അറിഞ്ഞത്, കാരണം ഇവിടുന്ന് അടുത്താണ് സ്വീഡൻ. അപ്പോൾ അവരാണ് ഫസ്റ്റ് അറിഞ്ഞത്. ഇവർ ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഇവർ ആക്ച്വലി വെളി വിട്ടില്ലായിരുന്നു ഇങ്ങനെ സംഭവം നടന്നത്. പക്ഷേ അവിടെ വരെ റേഡിയേഷൻ എത്തി തുടങ്ങിയപ്പോഴാണ് ഇവർ അനൗൺസ് ചെയ്തത്. അങ്ങനെ സ്വീഡനിൽ നിന്നൊക്കെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ റഷ്യൻ വണ്ടികളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ, എല്ലാം ലെഡ് വെച്ച് അടിച്ച് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അന്നത്തെ കാലത്ത് ഇതിലൊക്കെ ഒരുപാട് റേഡിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെളിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അവർ ഫുൾ ലെഡ് പെയിൻറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ സേഫാണ്. ഇതിലിപ്പോൾ റേഡിയേഷൻ ഒന്നുമില്ല. ആൻഡ് ഈ ഒരു വണ്ടികളൊക്കെ അന്ന് ഈ ഒരു സ്ഥലത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറക്കിയ എല്ലാ വണ്ടിയാണ്. അന്നത്തെ ടെക്നോളജികൾ നോക്ക്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഇവർക്കിവിടെ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞാൽ ഇന്റർകോണ്ടിനെന്റൽ വേറൊരു രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്ന് മിസൈൽസ് വിടുമ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ റേഡാർസ് ഉണ്ടായിരുന്നു. വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് അത് ഇവിടെ പണിതത്. പക്ഷേ ഇത് ആ ഒരു 1986 ആ ഒരു ചെർണോബിളിലെ ന്യൂക്ലിയർ ഇൻസിഡൻറ്റിന് ശേഷം ആ ഒരു റേഡാറും വർക്കിംഗ് ഇല്ല. പിന്നെ അത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല, കാരണം ഇറ്റ്സ് വാസ് ഓൾറെഡി ഡാമേജ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്, കാണാൻ പോവുകയാണ്. ആൻഡ് ഇത് ആക്ച്വലി ഒരു സീക്രട്ട് മിലിറ്ററി ബേസ് ആയിരുന്നു. നമ്മൾ റഷ്യയുടെ ഒരു സീക്രട്ട് മിലിറ്ററി ബേസിലാണ്. ഇത് അവരുടെ സിവിലിയൻ പാർട്ടായിരുന്നു. സോ ഇവിടെ കുറേ വെയർ ഹൗസസും ഇത് പറഞ്ഞ അതിൻ്റെ അകത്തൊക്കെ ഫയർ വുഡ്സൊക്കെ അന്ന് കട്ട് ചെയ്ത് വെച്ചാണ്. ആ ഫയർ വുഡ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു റഡാറ് നമുക്ക് കാണാം, വലിയ റഡാറ്. ഇതൊക്കെ മിലിറ്ററി ഫെസിലിറ്റീസ് ആയിരുന്നേ മൊത്തം. ഇതുണ്ട് പഴയ മിലിറ്ററി ബസ്സൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നത്. ഇവിടുത്തെ കാണാം കേട്ടോ. ഇതാണ് ആ റഡാറ്. സൈസ് നോക്ക്. എവിടുന്ന് എത്ര ദൂരം, എത്ര എനിക്ക് 1000 കിലോമീറ്റർ അങ്ങനെ എന്താ ചോദിക്കണം, എത്ര ദൂരം നിന്നായിരുന്നു മിസൈൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആൻറ്റനയുടെ ഫൈനൽ പോയിന്റ് ആണ് ഇത്, ഫൈനൽ ചെക്ക് പോയിന്റ്. ആൻറ്റന വരെ കയറണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പാസ്സൊക്കെ വേണമായിരുന്നു അന്നത്തെ മിലിറ്ററിക്കാർക്ക്. ആൻഡ് അന്നും അവർക്ക് ഇതൊക്കെ ഒരു പുതിയ ടെക്നോളജി ആയിരുന്നു. അതുകൊണ്ട് കുറേ പേർക്കൊക്കെ കയറാനും പേടിയായിരുന്നു പാസ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ചെക്ക് പോയിന്റ്. അതൊക്കെ ഇപ്പോൾ കിടക്കുന്ന നോക്ക്. ഇത് സ്പെഷ്യൽ ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, സ്പെഷ്യൽ പെർമിറ്റ് കിട്ടുന്നവർക്ക്. ഇതൊക്കെ കണ്ട ഡ്രംസൊക്കെ കിടക്കുന്ന നോക്ക്. എന്തൊക്കെ സാധനങ്ങളാണ്. ടോട്ടലി അബാൻഡഡ്, ടോട്ടലി. ആൻറ്റനയുടെ സൈസ് നോക്ക്. ഇത് ഏകദേശം 1 കിലോമീറ്റർ 780 meters ലെങ്ത്, ഐ മീൻ ഇതുണ്ട്, നീട്ടമുണ്ട് ഇത്. ആൻഡ് ഹൈറ്റ് ഇസ് അറൗണ്ട് 150 meters. Oh my God, സോവിയറ്റ് യൂണിയൻ ടെക്നോളജി.
ഇത് ഒരു രീതിയിൽ നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് സൈസിൻ്റെ അടി കൂടെ ഒക്കെ നടക്കുമ്പോഴേ മനസ്സിലുള്ളൂ എന്ത് അന്നത്തെ കാലത്ത് അവർ പണിതാണ് മിസൈൽസിന് അവർ തടുക്കാൻ വേണ്ടി. ഓഫ്, ഇറ്റ്സ് സോ അമേസിങ്, സോ ഹ്യൂജ്, മാൻ മെയ്ഡ് മിറാക്കിൾ എന്നൊക്കെ പറയാം. അതുമാത്രമല്ല ഇത് സ്ട്രക്ചർ മാത്രമല്ല, അതിൻ്റെ ഉള്ള ടെക്നോളജിയാണ്. 2 ടൈപ്പ് ഫ്രീക്വൻസീസ് ഒക്കെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സംഭവം തന്നെയല്ലേ. ഇതിൻ്റെ പുറകേൽ ഒരു നല്ല കഥയുണ്ട്. ഇത് ആക്ച്വലി 70s കണ്ടാണ് ഇത് പണിതത്. ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഡിസൈൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഇത് ഫുൾ വർക്ക് ചെയ്യാതായല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങേര് ഇവിടുന്ന് അബാൻഡൻ ആയില്ല, അങ്ങേര് ഇവിടുന്ന് പോയില്ല. ഹീ ആൻഡ് എ ടീം സ്റ്റുഡ് ബാക്ക് ആൻഡ് ക്ലീൻഡ് ഈച്ച് ആൻഡ് എവറി സ്ക്വയർ ഇഞ്ച് ഓഫ് ദിസ് ഹ്യൂജ് സ്ട്രക്ചർ. എല്ലാം ക്ലീൻ ചെയ്തു. ഇവിടുത്തെ മണ്ണ് വരെ എടുത്ത് മാറ്റി പുതിയ മണ്ണാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ വി ആർ സ്റ്റാൻഡിങ് ഇൻ എ സേഫ് പ്ലേസ് ആൻഡ് ഇത് അങ്ങേർക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു. ജസ്റ്റ് സം കമ്പ്യൂട്ടർ അൽഗോരിതം മാറ്റിയാൽ മതി, ഇത് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സോവിയറ്റ് ലീഡർഷിപ്പിന് അയച്ചായിരുന്നു. പക്ഷേ ദേ വർ നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം അന്ന് സാറ്റലൈറ്റ്സ് ഒക്കെ പോകാൻ തുടങ്ങിയായിരുന്നു. 86 ആയപ്പോഴേക്കും. ഇത് 26 ഏപ്രിലാണ് 1986 ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്. 27th ആയപ്പോഴേക്ക് ഇവിടെ നിന്ന് എല്ലാവരും പോയി. ആ സമയത്ത് അങ്ങേര് 2 വർഷം നിന്നു. ആൻഡ് പിന്നെ സാറ്റലൈറ്റ്സും അതൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് മോർ ഇഫക്റ്റീവ് ആൻഡ് ദേ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് വർത്ത്, ദ USSR ഗവൺമെൻറ് ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് വർത്ത് ടു ഈ ഒരു സ്ട്രക്ചർ വീണ്ടും വർക്കിങ്ങിലേക്ക് ആക്കാൻ. അപ്പം അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും കൂടി ഉണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കാം, അവർ ഇതെല്ലാം ക്ലീൻ ചെയ്തു ബിക്കോസ് ഹി വാണ്ടഡ് ടു മേക്ക് ഇറ്റ് വർക്ക്. അങ്ങേരുടെ ഒരു ബേബി ഡിസൈൻ ആയിരുന്നു ഇത്. ഇടയ്ക്ക് സംഭവം കൊള്ളാമല്ലോ, കണ്ട അതിൻ്റെ അകത്തൊരു ഇത് കോഫി ഷോപ്പും ജ്യൂസും പ്രിങ്കിൾസ് ഒക്കെ വെച്ചുള്ള കട. ബസ്, ചെർണോബിൾ ടൂർ ബസ്. പക്ഷെ ആ ബസ് പഴയ കാലത്ത് പോലെയാണ് എടുത്തിരിക്കുന്നത്. അകം കാണിച്ചു തരാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ല, അകം കൂടെ കണ്ടിട്ട് പോവാം. പഴയ ബസ്സാണ്, ശരിക്കുള്ള ബസ്സാണ്. റിസ്റ്റോർ ചെയ്തിരിക്കുകയാണ്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കും, സ്പീഡോമീറ്റർ. ഇതാണ് സ്കെയറി സംഭവം. ഗ്യാസ് മാസ്ക് ഇവിടുത്തെ ഒരു സിമ്പിളായി മാറിയിരിക്കുകയാണ്. ഇതൊരു വിഷമമുള്ള സ്ഥലത്താണ് വിസിറ്റ് ചെയ്യുന്നത്. കാരണം കിൻഡർഗാർഡൻ ആണ്, ഷെർണോബിളിലെ കിൻഡർഗാർഡൻ. ഏതുമൊക്കെ പോകേണ്ട സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് പഠിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു ദുരിതം സംഭവിച്ച് നമ്മൾ അറിയാതെ അവർക്കൊക്കെ റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം അവർ കണക്ക് വെളി വിട്ടിട്ടില്ല. അറിയാമല്ലോ, USSR അന്ന് ഭയങ്കര സീക്രട്ട് ആയിരുന്നു. പക്ഷേ 11,000 ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ക്യാൻസറും അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സും റേഡിയേഷനൊക്കെ കാരണം മരിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുമുണ്ട്. സോ ദിസ് വാസ് എ കിൻഡർഗാർഡൻ. ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല, പക്ഷേ ഇതൊരു കിൻഡർഗാർഡൻ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ റേഡിയേഷൻ നോക്കാം. കാരണം ഇവിടെയൊക്കെ എപ്പോഴും റേഡിയേഷൻ ഉണ്ട്. ഇതൊക്കെ പഴയ ടോയ്സ് ആണ്, ഒന്നും ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. കണ്ട കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ടോയ്സ്. ഈ മെഷീൻ വെച്ച് നമുക്ക് ഹോട്ട്സ്പോട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇറ്റ് ഈസ് വെരി റിലേറ്റീവ്. കാരണം ഓരോ സ്ഥലത്ത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ അവർ പറയുന്നത് 10 വരെയൊക്കെ കുറച്ച് നേരം, ഒരു 72 hours വരെ നിൽക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ 1 ആണ്. ആ സമയത്ത് നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കും. കണ്ട ഓക്കെയോ, ഇപ്പോൾ 1.26 ആയി. ഇവിടേക്ക് ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. ഇത് 1.59 ആയി. എനിക്ക് ഒരിടത്ത് 8, അവർ നിൽക്കുന്ന അടുത്ത് ഓൾമോസ്റ്റ് 8 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത്. ഏകദേശം 8, 9, ചിലപ്പോൾ 20 വരെയൊക്കെ വരാറുണ്ട്. സംഭവം അല്ലേ. കിൻഡർഗാർഡൻ്റെ അകം ഒന്ന് പറ്റുമെങ്കിൽ കാണിച്ചു തരാം. പറ്റിയില്ലെങ്കിൽ കാണാതിരിക്കുന്നത് നല്ലതെന്ന് വിചാരിച്ചാൽ മതി. കാരണം അത്രയധികം ഒരു ട്രാജിക് ഇമേജാണ് അതിൻ്റെ അകത്ത്. ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറം ഒരു ഹോണ്ടഡ് അല്ലെങ്കിൽ ഒരു അബാൻഡൻ സ്ഥലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു ഇമേജ് വരില്ല. ഇറ്റ്സ് അൺബിലീവബിൾ. ഞാൻ കണ്ടു, പക്ഷെ എന്തായാലും എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ കാണാതിരിക്കുന്ന ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇറ്റ് സൈക്കോളജിക്കലി വെരി ഡിസ്റ്റർബിങ്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. പിന്നെ ഈ കാണുന്ന കനാൽ പോലത്തെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ബ്ലോക്ക് നമ്പർ 5ഉം 6ഉം അവർ പണി കഴിഞ്ഞില്ല, അത് കൂൾ ചെയ്യാൻ വേണ്ടി. കാരണം എല്ലാ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും വാട്ടർ കൂൾഡാണ്. പക്ഷേ ബ്ലോക്ക് നമ്പർ 4ന് അത് വേണ്ടി വന്നില്ല. കാരണം അതിൻ്റെ അകത്ത് പോൺസ് ഉണ്ട്, കൂളിംഗ് പോൺസ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ പൈസയുടെ ടോട്ടൽ വേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഇപ്പം ഈ വെള്ളം ഇവിടെ ഉപയോഗിക്കുന്നത്, ഇവിടെ ഒരുപാട് ഈ ചെടികളും ഡ്രൈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഫയർ ഫൈറ്റിങ് ഈ വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ എന്തെങ്കിലും കാട്ടുതീയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അണയ്ക്കുന്നത്. അതിനാണ് ഇപ്പം ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും എന്തൊരു ഈ ഒരു ഫുൾ ഏരിയയ്ക്ക് വേണ്ടി മേ ബി കീവ് ഫുൾ പവർ ചെയ്യാനുള്ള ഒരു പവറുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിരുന്നു. അതിങ്ങനെ ഒരു ദുരിതത്തിൽ അവസാനിച്ചു. പക്ഷെ ഇപ്പോഴും ഇങ്ങനത്തെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് റഷ്യയിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. 5 or 6 കണ്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ലഞ്ച് വന്നു, പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്കില്ല. കാരണം
അത്രയും മോശമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ച വൺ ഓഫ് ദ വേസ്റ്റ് മീൽസ് ആയിരുന്നു ഈ ഒരു സംഭവം. അവിടെ ലഞ്ച് ഷൂട്ട് ചെയ്യാൻ പാടില്ല, ചിലപ്പോൾ അത്രയും മോശമായിട്ടായിരിക്കും. ഫോട്ടോസ് കണ്ടല്ലോ, ഞാൻ കഴിച്ച ഏറ്റവും വേസ്റ്റ് ഫുഡ് ഇൻ മൈ ലൈഫ്. കുറേ പേർക്ക് നെഗറ്റീവ് പറയുന്നില്ല എന്നായിരുന്നല്ലോ, ഇപ്പോൾ നെഗറ്റീവ് കേട്ടോ. ഇറ്റ് വാസ് എ വേസ്റ്റ് ഫുഡ് ഇൻ മൈ ലൈഫ്. എല്ലാത്തിനും മണ്ണിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കൊച്ചിലെപ്പോഴും മണ്ണ് കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയാണ് എനിക്ക് തിരിച്ച് വീണ്ടും ഈ ഭാഗ്യമുള്ള വീണ്ടും എനിക്ക് ഇവിടുത്തെ അമ്മച്ചിമാരുണ്ടാക്കി തന്ന ഫുഡിൽ കൂടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡക്കിൻ്റെ ഭക്ഷണം കൊടുക്കാം. അവിടെ നിന്ന് എന്തായാലും കുറേ ബ്രെഡ്, ഇത് നമുക്കൊന്നും കടിച്ചാൽ പൊട്ടില്ല. ബ്രെഡ് എന്ന് പറഞ്ഞാൽ റസ്ക് പോലെയാണ്, പക്ഷെ അത് നമുക്ക് കൊണ്ടുപോയി ഇവിടെ ഡക്സിനെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തതല്ലേ, വേസ്റ്റ് ചെയ്യണ്ട. ഡക്സ് അല്ല കേട്ടോ, ഫിഷാണ്. കുറേ ഫിഷ് ഉണ്ട്. അതെങ്കിൽ അത് ആരെങ്കിലും കഴിക്കട്ടെ. കുറേ ഫിഷ് ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ റേഡിയേഷനൊക്കെ കിട്ടിയ ഫിഷസ് ആയിരിക്കും. കണ്ടോ? കാരണം ഇവിടെ 16 ആണ്. ഇത് റെഡ് ഫോറസ്റ്റ് ആണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കണ്ടാമിനേറ്റഡ് സോൺ. ഇവിടെ 2 മിനിറ്റിന് മുകളിൽ നിൽക്കാൻ പാടില്ല. ഇത് റെഡ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്ത് ഡ്രോണൊന്നും പറപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കാണിക്കായിരുന്നു. കണ്ട, റേഡിയേഷൻ്റെ സിമ്പിൾ ഇവിടെ ഉണ്ട്. റേഡിയേഷൻ ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇവിടുത്തെ ചെടികളൊക്കെ ചുമന്നാണ് ഇരിക്കുന്നത്. അത് ഉള്ളിലേക്ക് പോകുമ്പോഴേ അറിയുള്ളൂ. ഇവിടെയൊക്കെ പുല്ലുകൾ നമുക്ക് റെഡ് ആയിട്ട് കാണാം. പക്ഷേ ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് സോൺ ഫോർ എ ടൂറിസ്റ്റ് ഓഫ് ഇയർ. 2 മിനിറ്റ് നമുക്ക് ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. ഇത് എന്ത് പെട്ടെന്ന് റേഡിയേഷൻ മാറുന്നുണ്ടോ. ഇവിടെ 3.23 ഉള്ളൂ. ആ സമയത്ത് നമ്മൾ കുറച്ച് നടന്നു പോയി കഴിയുമ്പോൾ പെട്ടെന്നാണ് മാറുന്നത്. ഇത് കറക്റ്റായിട്ട് ഈ സ്പോട്ടിലേക്ക് വരുമ്പോൾ കണ്ട പെട്ടെന്ന് നടന്ന് കൂടും. 4 ആയി, 7 ആയി. അപ്പോൾ റേഡിയേഷൻ പെട്ടെന്ന് ഒരു 20 വരെ ആയി. കണ്ട, അയ്യോ ഞാൻ ഓടട്ടെ, 20 ആയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രിപ്യാർട്ട് എന്ന് പറഞ്ഞ ടൗൺ ആണ്. ഇതാണ് മെയിൻ ഇവിടുത്തെ ഒരു ടൗണ്. ഇവിടുത്തെ ഫസ്റ്റ് സൈറ്റ് തന്നെ ഈ ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ താമസിച്ചവരെ ഇവിടുന്ന് പറഞ്ഞയച്ചായിരുന്നു. ബട്ട് ഇവിടെ താമസിക്കുന്നവരൊക്കെ വെരി റിച്ച് ആയിരുന്നു. ആൻഡ് അവർക്ക് ഗവൺമെൻറ് നല്ല ഹോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അബാൻഡൻ ചെയ്തിട്ട് അവരെ തിരിച്ചിങ്ങോട്ട് വിട്ടു. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീണ്ടും എടുത്തുകൊണ്ട് പോയി. പക്ഷേ ആ സാധനങ്ങളൊക്കെ എടുത്ത് അവർ പോയപ്പോൾ അവരുടെ കുട്ടികളും പിന്നെ അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്ന് ആയതുകൊണ്ട് വേറെ കുറേ പേര് ഇങ്ങനെ മാർക്കറ്റ്സിൽ നിന്നൊക്കെ വാങ്ങി OLX പോലെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വിൽക്കുമായിരുന്നു. അത് കസാക്കിസ്ഥാനും അങ്ങനത്തെ കുറേ ദൂരമുള്ള സ്ഥലത്തൊക്കെ പോയി. അവിടുത്തെ കുട്ടികൾക്കൊക്കെ സിക്കായി. അപ്പോൾ അതിനൊക്കെ കാരണം ഇവിടുത്തെ റേഡിയേഷൻ, ഇവിടുത്തെ എസ്പെഷ്യലി കാർപ്പറ്റ്സ് ഇവിടുത്തെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ആ കാർപ്പറ്റ്സിൽ കൂടെ അങ്ങനെ ഈ ഒരു USSRലെ ഒരുപാട് സ്ഥലത്തേക്ക് പകർന്നായിരുന്നു ഈ ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ. ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസ് ആണ്. നിങ്ങൾ ഓർക്കണം, ഒരു ഫുൾ ടൗൺ, നമ്മുടെ ഇപ്പം ഞാൻ എറണാകുളമാണ്, അതുപോലെ എറണാകുളം ഒരു ഫുൾ ടൗൺ അബാൻഡൻ ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെയാണ് ഈ പ്രിപ്യാർട്ട് എന്ന് പറയുന്ന ടൗണും സറൗണ്ടിങ് വില്ലേജസ് ഒക്കെ. സ്റ്റേഡിയം, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്കൂൾസ് എല്ലാം കാലി. ഒരു ടൗൺ ഡെവലപ്പ് ചെയ്യാൻ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം? ആ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാലി, ഒരു പ്രയോജനമില്ലാതെ പോയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. കണ്ട്, ഇതൊക്കെ ശരിക്കും പ്രോപ്പർ റോഡ്സും തിരക്കും ബസ് സ്റ്റോപ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പം നേച്ചർ ഈസ് ടേക്കിംഗ് ഓവർ ഇറ്റ്. ഇത് ആക്ച്വലി സ്റ്റേഡിയം, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഡിയത്തിനകത്താണ് വന്നത്. ഇത് അവരൊരു മറ്റേ ഫ്ലഡ് ലൈറ്റ് പോലത്തെ ഒരു ഇതാണ്, ഫ്ലഡ് ലൈറ്റ്സ്. അതിൻ്റെ വോൾട്ടാരോ അടിച്ചുകൊണ്ട് പോയ. അതല്ലാതെ ഇത് റണ്ണിങ് ട്രാക്കാണ്. ഈ കാണുന്ന റോഡ് മൊത്തം റണ്ണിങ് ട്രാക്കാണ്. ആൻഡ് ഈ നടുക്ക് കാണുന്ന ഫോറസ്റ്റ് അല്ല, അതൊരു ഫുട്ബോൾ പിച്ചായിരുന്നു. ആൻഡ് ഇവരുടെ ഫസ്റ്റ് മാച്ച്, ലോക്കൽ ടീം കളിക്കുന്ന ഫസ്റ്റ് മാച്ച് പുതിയ സ്റ്റേഡിയത്തിൽ 26-ാം തീയതി ആയിരുന്നു. ദ ഡേ ദിസ് ഷെർണോബിൾ ഡിസാസ്റ്റർ ഹാപ്പൻഡ്. ഇതാണ് ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ശരിക്കും കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന പോലെ ഇല്ലേ, ഭയങ്കര ഒരു ഫീല്. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ സ്റ്റേഡിയം ആയിരുന്നു. ഇത് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ഫുട്ബോൾ മാച്ച് നടക്കേണ്ട സ്ഥലമായിരുന്നു. പക്ഷേ വീണ്ടും പറഞ്ഞു ഏപ്രിൽ 26-ാം തീയതിയാണ് ആ ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ് നടന്നത്. ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസ് സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെയായിരിക്കും നമ്മൾ മനുഷ്യരില്ലാതെ ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ. അത് 30 വർഷം, അപ്പോൾ ഒരു 200-500 വർഷം കഴിയുമ്പോൾ എങ്ങനെ വരും ഇതൊക്കെ? ബിൽഡിങ്സ് ഒക്കെ ഇടിഞ്ഞു പോകില്ലേ? എല്ലാം നേച്ചർ വിൽ ടേക്ക് ഓവർ. സ്റ്റേഡിയം എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇരിക്കാൻ 5000 പേർക്ക് എന്ന് പറയുമ്പോൾ 10% ഓഫ് ദി പോപ്പുലേഷൻ, 50,000 പേരായിരുന്നു ഇവിടെ ഈ ടൗണിൽ താമസം. അതിന് അവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരിക്കലും ആരും ഇരിക്കാത്ത കസേരകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. വുഡൻ ബെഞ്ചസ്. ഇവിടെ ഇരുന്ന് കളി കാണേണ്ടായിരുന്നു ഫുട്ബോൾ. ഇതായിരുന്നു പിച്ച്. നോക്ക്,
എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ജീവിതം ചെയ്യിട്ടായിരുന്നു. ഇത് ആണ് ശരിക്കും ഗൈസ് ഒരു ഷെർണോബിൽ അല്ലെങ്കിൽ പ്രിപ്യാത്ത് എന്ന് പറയുമ്പോൾ ടൗണിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ഓർമ്മ വരുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. ആരും കയറാത്ത എല്ലാവരുടെയും സ്വപ്നമായ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെന്നാൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ അന്ന് തുറക്കണ്ടായിരുന്നു, 26-ാം തീയതി, ദ ഡേ ദ ഡിസാസ്റ്റർ ഹാപ്പൻ. അങ്ങനെ ഒരാൾ പോലും ഇതിലിരുന്നിട്ടില്ല. ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഫാരിസ് വീലായിരുന്നു. കാരണം ഇവിടുന്ന് മൊത്തം ടൗൺ കാണാമായിരുന്നു. ബട്ട് ജസ്റ്റ് സീ ഹൗ ട്രാജിക് ഇറ്റ് ഈസ്. അതല്ലാതെ ഇവിടെ ബമ്പർ കാസ്, റോളർ കോസ്റ്റർ എല്ലാം ഉണ്ട്. ഇതൊക്കെ സിനിമയിൽ ഒരു ലോകം അവസാനിച്ച ഒരു സിനിമയിൽ അല്ല, ഒരു അപ്പോക്കലിപ്റ്റിക് മൂവി അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ അപ്പോക്കലിപ്റ്റിക് മൂവി അല്ലാതെ നിങ്ങൾ ഇതുവരെ കണ്ടു കാണില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം കാരണം കാണില്ല. ലോകത്ത് എവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ച സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആൻഡ് ഇത് കണ്ട, ഇത് മറ്റേ മെറുഗോ റൗണ്ട് പോലത്തെ സാധനം എല്ലാം ഇലക്ട്രിക് ആയിരുന്നേ. അന്നത്തെ കാലത്തെ ഉള്ള കിഡ്ലൻ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഓൾ ബ്രാൻഡ് ന്യൂ റൈഡ്സ്, ഒരാൾ പോലും ഇരിക്കാത്ത. അയ്യോ, എൻ്റെ ഫേവറേറ്റ് റൈഡ് അതും കൂടെ കാണിച്ചു തരാം. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് റൈഡായ ബമ്പർ കാസ്, അതും കിടക്കുന്ന നോക്ക്. ഞാൻ പറഞ്ഞ ഒരു കുട്ടിയോ ഒരു അഡൾട്ടോ, ഇത് കുട്ടിയോ അഡൾട്ടൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കയറാതെ ഓടിക്കാതെ കിടക്കുന്ന ഒരു സ്ഥലം. ഞാൻ വീണ്ടും പറയുന്ന പോലെ പ്രകൃതി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഇത് ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ അറിയുള്ളൂ എൻ്റെ ഒരു ഓവർവെൽമിങ് ഫീലിംഗ്. യുനോ ഹൗ നമ്മുടെ ജീവൻ്റെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളുടെ ഒക്കെ വാല്യൂ മനസ്സിലാവുന്നത് ശരിക്കും ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വന്ന് ഒരു നിമിഷം മതി എല്ലാം നഷ്ടപ്പെടാമെന്നുള്ള ഒരു ഓർമ്മകളാണിത്. ആൻഡ് ഇതുവരെ റിവീൽ ചെയ്തില്ല, അത് ഇപ്പോൾ റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെയാണ് എൻ്റെ ഇന്ന് രാവിലെയാണ് യൂട്യൂബ് ചാനൽ ഹാക്കായത്. അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർക്കുമെന്ന് വിചാരിച്ചു. ഇത് മൊത്തം കണ്ടിപ്പോൾ നമ്മുടെ ടൂർ അവസാനിക്കാറായി. അപ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ വീണ്ടും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ബട്ട് അത് ഒരു എനിക്കിപ്പോൾ എന്താ വാക്കുകൾ പറയില്ല, ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ ഒരു വീഴ്ച കൊണ്ട് ഞാൻ ഇന്ന് ഇത് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ വീണ് കിടക്കാൻ അല്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെ. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോവും. ഞാൻ റൂമിലിരുന്നു വെച്ചൊന്നും നടക്കില്ല. ഞാൻ ഇതിന് വന്ന് ഇത് ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് എടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് മാക്സിമം ആത്മാർത്ഥതയോടെയാണ് എന്നെ മറ്റേതൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് എന്തായാലും ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സായനെ. ഇത് സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റും ആയിരുന്നു. ഇവിടെ ആകെക്കൂടെ ഉണ്ടായിരുന്ന, ആക്ച്വലി ആകെക്കൂടെ അല്ല, ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് തിങ് വെൻ ഐ ഹാപ്പൻ ടു ക്ലീൻ ദിസ് പ്ലേസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫുഡ് ത്രോ ചെയ്യണം. കാരണം ഫുഡാണ് ഏറ്റവും ആദ്യം കണ്ടാമിനേറ്റഡ് ആവുന്നത്, എസ്പെഷ്യലി കുക്ക്ഡ് ഫുഡ്. സോ ഒരുപാട് ഫുഡ് എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഈ റെസ്റ്റോറൻറ്റിലും ഞാൻ പറഞ്ഞാൽ ഈ ഫുൾ കോംപ്ലക്സ് 26-ാം തീയതി ആയിരുന്നു തുറക്കായിരുന്നത്, ഏപ്രിൽ 26-ാം തീയതി 1986. ഇനി ഈ വ്ളോഗ് കാണുന്ന ആരും ഇത് മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആൻഡ് ആരും കഴിക്കാത്ത റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റും, ആരും വാങ്ങാത്ത ഒരു സൂപ്പർ മാർക്കറ്റ്, ഒന്നും വാങ്ങാത്ത ഒരു സൂപ്പർ മാർക്കറ്റ്. കാട് പിടിച്ച് കിടക്കുന്ന നമുക്ക് ഇതുണ്ടോ സൂപ്പർ മാർക്കറ്റ്, അവിടെ കാർട്ടൊക്കെ കിടക്കുന്ന സൂപ്പർ മാർക്കറ്റ് കാർട്ടൊക്കെ. ഷോ ഐ ജസ്റ്റ് കാൻ സ്റ്റിൽ ആക്സെപ്റ്റ് ഇറ്റ്. അതാണ് റെസ്റ്റോറൻറ്റിനോട് കണക്ട് ചെയ്ത് തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. പണി പോലും കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ. റെസ്റ്റോറൻറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞാണ്. നോക്ക് സൂപ്പർ മാർക്കറ്റ് ശരിക്കും ഒരു ഹോണ്ടഡ് മൂവിയുടെ ഫീലല്ലേ. കാർട്സ്, ഷോപ്പിംഗ് കാർട്സ് പൊട്ടിക്കിടക്കുന്നു, ഷോപ്പിംഗ് റാക്സ്, മുകളിൽ അവരുടെ ഓരോ ലേബിളിങ് കാണാം. ദിസ് ഇസ് അൺബിലീവബിൾ. എല്ലാം ഇട്ടറിഞ്ഞ് എങ്ങനെ പോകാൻ പറ്റുന്നു? വേറെ നിവർത്തില്ലെങ്കിൽ എന്ത് ചെയ്യാനല്ലേ. ഇത് അന്നത്തെ കാലം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ USSR റഷ്യ എന്നോട് USSR എല്ലാം ഹ്യൂജ് ആയതുകൊണ്ട് ഇതൊരു കൾച്ചറൽ ഹാളായിരുന്നു. കൾച്ചറൽ ഹാൾ മീൻസ് മാരേജസ്, ഫങ്ഷൻസ്, ബാലേസ്, ഡാൻസസ്, ഡ്രാമാസ് എല്ലാം നടക്കുന്നത്. ഇതൊക്കെ ഫങ്ഷനിങ് ആയിരുന്നു. ഐ തിങ്ക് ഇതൊക്കെ മേ ബി അതൊരു 5 or 8 years earlier ബിഫോർ ദി ഇവൻറ്റ് ഹാപ്പൻ ഇതൊക്കെ ഓപ്പൺഡ് ആയിരുന്നു. സോ ഇതൊക്കെ ഫുൾ ലൈവ്ലിയും ഇറ്റ് വാസ് ഫുൾ ഓഫ് ലൈഫ്. ആൻഡ് ഇപ്പോൾ ടോട്ടലി ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സ്ഥലം. ആ കാണുന്നത് അറിയാം, ഹോട്ടൽ പൊലീസിയ, ഇതൊക്കെ സീരീസിലുണ്ട്. ഇത് ആക്ച്വലി ഈവൻ ആഫ്റ്റർ ദി ട്രാജഡി ഇവിടെ നിന്നാണ് ഇവിടുത്തെ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇവിടെ വന്ന് ഇവർക്ക് കുറേ ഇവാലുവേഷൻസും അതൊക്കെ ചെയ്യാനുണ്ടല്ലോ, അവരൊക്കെ താമസിച്ച ഈ ഒരു ഹോട്ടലാണ്, ഹോട്ടൽ പൊലീസിയ.
ആൻഡ് ദിസ് വാസ് ദ സ്ക്വയർ. മാർക്കറ്റ് സ്ക്വയറിന് എപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും മാർക്കറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സെൻട്രൽ സ്ക്വയർ ഉണ്ടെന്ന് പറയാറില്ലേ, ഇപ്പം നിൽക്കുന്ന സ്ഥലമാണ് മാർക്കറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സെൻട്രൽ സ്ക്വയർ എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഇമാജിൻ എത്ര ലൈഫും എത്ര ബഹളവും സന്തോഷവും ആഘോഷവും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഞാനിപ്പം ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു സ്ഥലത്ത് ഇതൊന്നും അവർ ഡെക്കറേഷൻ ആയിട്ട് വെച്ചല്ല, ഇതൊക്കെ ശരിക്കുള്ളതാണ്. ഇതൊക്കെ ന്യൂക്ലിയർ ഒബ്ജക്ട്സ് ആണ്, അതുകൊണ്ട് ഇത് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കുട്ടികൾ കളിച്ചതും ഈ പാത്രങ്ങളൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉള്ളതൊക്കെ തന്നെയായിരിക്കും. സാഡ്. ഈ ബിൽഡിങ്ങിൽ ലിക്വിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുകയാണ്. ലിക്വിഡേറ്റേഴ്സ് ആണ് ഈ ഒരു ടൗണിന് എങ്ങനെയാണ് മാക്സിമം പൈസ നമ്മൾ ഓരോ സാധനം വിറ്റ് എടുക്കണ്ടേ, അല്ലെങ്കിൽ മാക്സിമം ലോസ് കുറയ്ക്കാനും അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ആൾക്കാരായിരുന്നു ലിക്വിഡേറ്റേഴ്സ്. അവരുടെ ഓഫീസായിരുന്നു ഈ ഒരു ബിൽഡിംഗ്. ആൻഡ് ഇത് 1999 വരെ അവരിവിടെ താമസിച്ചിട്ടുണ്ട്. സോ അവർ റിസ്ക് എടുത്തും അല്ലെങ്കിൽ അവർ ഇവിടെ ഓഫീസായിരുന്നു. സോ അവർ 30 കിലോമീറ്റർ മാറിയേ താമസിക്കുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്താൽ യു ആർ എക്സ്പോസ് ടു ലോട്ട് ഓഫ് റേഡിയേഷൻ. 30 കിലോമീറ്റർ ഡെയിലി റൈഡ് ചെയ്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്യും. ഇവിടെ നിന്നിട്ടേ അവർക്ക് ഫുൾ ഇവാലുവേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോകും. 1999 വരെ ഇത് ആക്റ്റീവായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് ഇല്ലാതെ കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താണെന്നല്ലേ. ആർട്ട് ആൻഡ് മ്യൂസിക് സ്കൂളായിരുന്നു. എന്താണ് ഈ ടൗണിൽ ഇല്ലാത്തത്? എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അധികം കാലം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ആർട്ട് ആൻഡ് മ്യൂസിക് സ്കൂൾ ഗൈസ്. ജസ്റ്റ് സീ ദിസ് ഗൈസ്. റിവറാണ്. ആൻഡ് ഈ റിവർ ഇവിടെ ആക്ച്വലി മറ്റേ വാട്ടർ ടാക്സി ഒക്കെ ഉണ്ടായിരുന്നു. 2 hours മതിയായിരുന്നു. ഇപ്പം നമുക്ക് കീവിന്ന് പ്രിപ്പയർ എത്താൻ 3.5 hours എടുത്തു. വാട്ടർ ടാക്സി ഉള്ളപ്പോൾ അന്ന് ഒരു 30-40 വർഷം മുമ്പ് 2 മണിക്കൂർ മതിയായിരുന്നു. അതും ഭയങ്കര ഹൈ ആൻഡ് യോട്ട്സ് ഒക്കെ ആയിരുന്നു. പ്രിപ്പയർഡ് വാസ് എ റിച്ച് പ്ലേസ്. ആൻഡ് ഈ കീവ് വാസ് എ ക്യാപിറ്റൽ അല്ലേ, അവിടെ നിന്ന് ഇവിടം വരെ വരുമായിരുന്നു ആൾക്കാർ. കാരണം ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ, അത് ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും വാസ് മച്ച് ബെറ്റർ. അങ്ങനത്തെ ഒരു എക്സ്ട്രീംലി വെൽത്തി റിച്ച് പീപ്പിൾ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പ്രിപ്പയർഡ്. പക്ഷേ ഇപ്പം നോക്ക്, ഇപ്പം മോട്ടോർ ബോട്ട് പോയിട്ട് ഒരു താറാവിന് പോലും സർവൈവ് ചെയ്യാൻ പറ്റില്ല ഈ വെള്ളത്തിൽ. വാട്ടർ സെന്റ് ടു ബി വെരി കണ്ടാമിനേറ്റഡ്. ഈറി സൈലൻസ് ആണ്, മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈറി സൈലൻസ്. അന്നത്തെ കാലത്തെ വെൻഡിങ് മെഷീനാണ്. പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം കൊറോണ വൈറസ് ഒന്നും ഇല്ലല്ലോ. ഒരു ഗ്ലാസ് ഉള്ളായിരുന്നു. ആ ഗ്ലാസ്സിൽ തന്നെ വീണ്ടും എടുക്കണം. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് വാഷ് ചെയ്തിട്ട് സെയിം ഗ്ലാസ്സിലാണ് എല്ലാവരും കുടിച്ചുകൊണ്ടിരുന്നത്. സോ 30-40 years ബാക്ക് വരെ പ്രിപ്പയർഡിൽ വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. അതേ പറഞ്ഞാൽ ഇറ്റ് വാസ് എ റിച്ച് പ്ലേസ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു ചെർണോബിൾ ടൂർ അവസാനിച്ചിരിക്കുകയാണ്. തുടങ്ങി അടുത്ത് തന്നെ ബാറ്റിൽ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അവസാനിക്കുകയാണ്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ഹൈ പോയിന്റ്സ് ഇൻ മൈ വ്ളോഗിങ് കരിയർ എന്ന് പറയാം. ഇറ്റ് വാസ് astounding. It was ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് ടു ഇൻ യുക്രൈൻ. യു ഹാവ് ടു കം ആൻഡ് വിറ്റ്നസ് ദിസ്. അതിന് മുമ്പ് ഞാൻ വീണ്ടും പറയാം, ഷെർണോബിളിനുള്ള ആമസോണിലുള്ള ഷോ എന്ന് തോന്നുന്നു. അത് മസ്റ്റായിട്ടും കാണുക. ഇറ്റ് ഇസ് സച്ച് എ ഗുഡ് ഷോ ആൻഡ് ഇറ്റ് വാസ് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരിക്കും ഈ ഒരു വ്ളോഗ്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് എന്തായാലും ഇനി അടുത്ത വ്ളോഗിൽ ഇനിയും യുക്രൈൻ്റെ കുറേ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ വരുമ്പോഴേക്കും എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടിക്കാണും. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.